അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പോവുകയാണ് ഞാനും എൻ്റെ മക്കളും. ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ പോയി ഉപ്പാനും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമാണ്. പക്ഷേ അനിയത്തിൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ 9 മണിയാകുമ്പോൾ അവിടുന്ന് ബസ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടുന്ന് എല്ലാവരും കൂടിയാണ് പോണത്. ഇവിടുന്ന് ബസ്സാണെന്ന് പറഞ്ഞു എല്ലാവർക്കും പോകാൻ. പിന്നെ 2 കാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെക്കൻ്റെ ഫ്രണ്ട്സാക്കും പിന്നെ കുറച്ച് ഒരു 2-3 ആൾക്കാരും പിന്നെ കാറിലാണ് കേട്ടോ വന്നത്. ഞങ്ങളെല്ലാവരും ബസ്സിലാണ്. ഞങ്ങളെല്ലാവരും പിന്നെ പ്ലാൻ ഇട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ബസ്സിലാണെന്നുള്ളത്. കാരണം ബസ്സിൽ പോകാനല്ലേ ഒന്നും കൂടി നമുക്കൊരു ഒഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാറിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. കുറച്ച് ദൂരമാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കോട്ടക്കൊക്കെയാണ് കേട്ടോ പോണത്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ബസ്സിൽ കയറിട്ടോ. ഞാനും മക്കളും എല്ലാവരും ബസ്സിലായിരുന്നു കേട്ടോ. എൻ്റെ മോനാണ് കേട്ടോ അതിലൊന്ന് ആസ്വദിച്ച് കളിക്കുകയാണ്. ബസ്സിലായതുകൊണ്ടാണത്. അല്ലെങ്കിൽ അവനൊക്കെ ഭയങ്കര ടയേർഡാവും കാറിലൊക്കെ അത്രയും ദൂരം പോയാൽ. അപ്പോൾ അവിടെ എത്തിയിട്ടോ. അവിടെ റിസോർട്ടിലാണ് കേട്ടോ പെണ്ണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിസോർട്ടിലായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഒരു കായലിൻ്റെ തീരത്താണ് കേട്ടോ ആ റിസോർട്ട് വരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിൽ കയറി. അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. മഹർ ചാർത്തൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അത് കഴിച്ച് ഞങ്ങൾ നല്ല കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് പോന്നു കേട്ടോ.